ഹായ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ മത്തിയായിട്ടാണ് വേണ്ടത്. ഈ കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് 4 കിലോ മത്തിയുണ്ട്. അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മായിയമ്മ എനിക്കത് വെട്ടി ക്ലീൻ ചെയ്ത് തന്നിരിക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹമുള്ള അമ്മായിയമ്മമാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അച്ചാറിട്ടാലോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. വിനാഗിരി തിളപ്പിച്ചത് ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഞാൻ വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കായ്പ്പൊടി ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മത്തിയച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മത്തിയച്ചാർ വെക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത്? ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പം മത്തിയുടെ സീസണാണ്, വളരെ വിലക്കുറവുമാണ്. വെട്ടുന്നൊരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മത്തിയച്ചാർ റെഡി ആയിട്ടുണ്ട്.